ഇനി കോവളത്തെ പോരാട്ട ചൂടിലേക്കൊന്ന് പോകാം. അവിടെ ചില കൗതുകകരമായ സംഗതികൾ കൂടിയുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഭാര്യയും ഭർത്താവിനെയും തോൽപ്പിച്ചാണ് കോവളത്ത് നിന്ന് എം വിൻസെന്റ് നിയമസഭയിലെത്തിയത്. 2016 ജമീല പ്രകാശും 2021 ഭർത്താവ് നീലലോഹിതദാസൻ നാടാരുമായിരുന്നു വിൻസെന്റിന്റെ എതിരാളികൾ. ഇത്തവണ പൊതു സ്വതന്ത്രനെ ഇറക്കി കോവളം പിടിക്കാനാണ് LDFന്റെ ശ്രമം. 2016 BDJ സ്ഥാനാർത്ഥിയായി പിന്നീട് 2 പാർട്ടികളിൽ മാറി മാറി പ്രവർത്തിച്ച് വീണ്ടും BJPയിലെത്തിയ TN സുരേഷാണ് NDA സ്ഥാനാർത്ഥിയെന്നതും കോവളത്തെ കൗതുകമാണ്. തോറ്റവരെ ജയിപ്പിച്ചും ജയിച്ചവരെ തോൽപ്പിച്ചും അങ്ങനെ ആരോടും പ്രത്യേക മമത കാണിക്കാത്ത സ്വഭാവമാണ് കോവളം നിയമസഭാ മണ്ഡലത്തിന്റേത്. 4 തവണ കോവളത്ത് നിന്ന് വിജയിച്ച നീലലോഹിതദാസൻ നാടാർ 3 തവണ മണ്ഡലത്തിൽ നിന്ന് തോറ്റ ചരിത്രവുമുണ്ട്. ഇത്തവണ 3ാം ഊഴമാണ് വിൻസെന്റിന്റേത്. ജയിച്ചാൽ തുടർച്ചയായി 3 തവണ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന MLA എന്ന റെക്കോർഡ് വിൻസെന്റിന് സ്വന്തമാകും. 2016 എം വിൻസെന്റ് ആദ്യമായി കോവളത്ത് മത്സരിക്കുന്നത്. അന്ന് എതിർ സ്ഥാനാർത്ഥി ജനതാദളസിലെ ജമീല പ്രകാശം. സിറ്റിംഗ് MLA ആയിരുന്ന ജമീല പ്രകാശം പക്ഷേ അത്തവണ വിൻസെന്റിനോട് തോറ്റു. അങ്ങനെ 2021 എം വിൻസെന്റിനെ വെട്ടാൻ ജമീല പ്രകാശത്തിന്റെ ഭർത്താവും 4 തവണ കോവളത്തിൽ നിന്ന് MLAയുമായ നീലലോഹിതദാസൻ നാടാരെ കളത്തിലിറക്കി. പക്ഷേ തോൽവിയായിരുന്നു ഫലം. ആരെയും തുടർച്ചയായി വാഴിക്കാത്ത ചരിത്രമാണ് കോവളത്തിന്റേത്. 2016 2615 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വിൻസെന്റ് 2021 11562 ഭൂരിപക്ഷം ഉയർത്തി. ISJDയും ഒരുപോലെ വാദമുന്നയിച്ചതോടെയാണ് മണ്ഡലത്തിൽ പൊതു സ്വതന്ത്രൻ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് CPM എത്തുന്നത്. അങ്ങനെ RJDയിൽ നിന്ന് ISJDയിലെത്തിയ ഭഗത് റൂഫസ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി. 2006 JDSനായി മത്സരിച്ച റൂഫസ് ഡാനിയലിന്റെ മകനാണ് ഭഗത് റൂഫസ്. TN സുരേഷാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥി. 2016 BDJ സ്ഥാനാർത്ഥിയായാണ് സുരേഷ് മണ്ഡലത്തിലെത്തുന്നത്. പിന്നീട് പാർട്ടി മാറി RJDയിലെത്തി. സംസ്ഥാന സെക്രട്ടറിയുമായി. വീണ്ടും പാർട്ടി മാറ്റം. ഇത്തവണ ISJDയിലേക്കായിരുന്നു. അവിടെയും അവസാനിച്ചില്ല സുരേഷിന്റെ രാഷ്ട്രീയ മാറ്റം. ഒടുവിലെത്തിയത് BJPയിൽ. അങ്ങനെ 10 വർഷത്തിനു ശേഷം സുരേഷ് വീണ്ടും NDA സ്ഥാനാർത്ഥിയാവുകയാണ്. രാഷ്ട്രീയത്തിൽ ഒന്നിനും സ്ഥിരതയില്ലെന്ന് പറയുന്നത് വളരെ ശരിയാണ്. കോവളത്ത് ഇതുവരെ മത്സരിക്കുന്നത് ജനതാദൾ S ആയിരുന്നു. ഇത്തവണ ആ പാർട്ടിയുടെ പേര് ISJD എന്നാണ്. RJDയിൽ നിന്ന് ISJDയിലെത്തിയ ഭഗത് റൂഫസ് ആണ് ഇടത് പൊതു സ്വതന്ത്രനായി മത്സരിക്കുന്നത്. 10 വർഷം മുമ്പ് BDJന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷാണ് പല വഴി കറങ്ങി BJP സ്ഥാനാർത്ഥിയാകുന്നത്. എന്തായാലും കണ്ടറിയണം കോശി കോവളത്തെ സ്ഥിതി. ക്യാമറ പേഴ്സൺ S അനോഷിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1, തിരുവനന്തപുരം.